അടുത്തത് ഇടവകയുടെ സത്യപ്രതിജ്ഞ ലംഘനത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് വരാം. ഈ പാരിഷ് കൗൺസിൽ, മുൻ പാരിഷ് കൗൺസിൽ ഞാനും കൂടി ഉണ്ടായിരുന്ന കൗൺസിൽ അംഗമായിരുന്നു. പാരിഷ് കൗൺസിൽ, പഴയ പാരിഷ് കൗൺസിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടുകയുണ്ടായി. കാരണം ഇടവകയിലെ പലരെയും ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചു. അതേപോലെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന ഒരുപാട് മോശം കാര്യങ്ങൾ ചെയ്തു കൂട്ടി. ഇടവക കുടുംബത്തിൽ വലിയ വഴക്കുകൾ ഉണ്ടാക്കി വെച്ച് കുറേ ഇവൻ്റൊക്കെ നടത്തി. ഇടവകയിൽ ഈ നമ്മുടെ വാനിൽ കളർ പടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താ കാര്യം ഇതിനൊക്കെ? ഇതൊക്കെ ശരിയല്ല, ഇടവകയുടെ നല്ലതിന് അല്ല എന്ന് തുറന്നു പറഞ്ഞതാണ്. ഞാൻ നുണപ്പെടുത്തലങ്ങളിലൂടെ ഇത്രയും പ്രശ്നങ്ങളിലൊക്കെ പെടാനായിട്ട് കാരണം ഇടവകയ്ക്ക് മോശമായി ഞാനൊന്നും ചെയ്തിട്ടില്ല. കാരണം മോശം കാര്യങ്ങൾക്ക് കൂട്ടുകെൽക്കാനായിട്ട് എൻ്റെ മനസ്സ് സത്യം പറഞ്ഞാൽ അനുവദിച്ചില്ല. എന്തായാലും 2022 ഡിസംബർ 1-ാം തീയതി മാസാദ് വെള്ളിയാഴ്ച മദ്യപിച്ച അൾത്താരയിൽ കുർബാന ചൊല്ലി ഇടയ്ക്ക് വെച്ച് നിന്നുപോയ, അതേപോലെ ഡിസംബർ 19-ാം തീയതി ഇടവക ധ്യാനത്തിൻ്റെ അന്ന് ദിവ്യകാരുണ്യ ഈശോ വാഴുന്ന അരളിക്ക് ഉയർത്തി മദ്യപിച്ച് അത് ഉയർത്തിയിട്ട് അപമാനിച്ച, അതേപോലെ ഡിസംബർ 2-ാം തീയതി മദ്യപിച്ച് മുൻ മതബോധന അധ്യാപികയായ മേരി മൂഞ്ഞൽ ടീച്ചറുടെ വീട്ടിൽ പോയി അലമ്പിയ, അതേപോലെ മദ്യപിച്ച് പള്ളിമുറ്റത്ത് എൻ്റെ അപ്പനും അമ്മയ്ക്കും 2 തവണ വിളിച്ച് അസഭ്യം വിളിച്ചു. കാരണം ഡിസംബർ 19-ാം തീയതി, അതേപോലെ നവംബർ 8-ാം തീയതി, അതേപോലെ വ്യാജത്തിൽ ശേഷിപ്പ് കൊണ്ടുവന്ന് നമ്മളെ ഇടവക്കാരെ പറ്റിച്ച, അതേപോലെ രാഷ്ട്രീയ കോക്കസിൻ്റെ കൂടെ നിന്ന് ഇടവകയെ പരസ്പരം ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച, അങ്ങനെ ഒരുപാട് വൃത്തികേടുകൾ ചെയ്തു കൂട്ടിയ പീറ്റർ കോയിക്കരെ വെള്ള പൂശാനും, അതേപോലെ അങ്ങേരുടെ തെറ്റുകൾ ചെയ്ത അങ്ങോട്ട് പോയി മാപ്പ് പറയാനും അച്ഛന് വേണ്ടി വിലപിക്കാനും കരയാനും ഇവിടെ കുറേ ഇടവകയിൽ കുറച്ച് നാടക നടിമാരും നാടക നടന്മാരും ഉണ്ടായി. കാരണം എന്തുമാത്രം അതപ്പതിനാണെന്ന് ആലോചിക്കുക. കാരണം 2024 ജൂൺ 29 പീറ്റർ കോയിക്കരുടെ ഫീസ്റ്റ് വിഷയത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട ലിൻഡി ചേച്ചി ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊരു പോസ്റ്റ് ഇടുകയുണ്ടായി. അതിൻ്റെ താഴെ പീറ്റർ കോയിക്കരെ മുന്ന് സേവനം ചെയ്ത വല്ലകം പള്ളിയിലെ ഒരു ഇടവകക്കാരൻ കമൻറ്റ് ചെയ്തേക്കാണ് പീറ്റർ കോയിക്കരുടെ ഫോട്ടോ വെച്ചിട്ട് തന്നെ. പീറ്റർ കോയിക്കര, ഈ മഹാനെ ഏവരും തിരിച്ചറിയുക. മഹാൻ വലിയ വിദ്വാനാണ്. പല ഫേക്കിൻ്റെയും ഉപജ്ഞാതാവാണ് ഇയാളുടെ പരിപാടി എന്ന് പറയുന്നത് മല്ലകം പള്ളിയിൽ നിന്ന് 40 ലക്ഷം രൂപ അടിച്ചു മാറ്റിയതും എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് പൂരപ്പാട്ട് പാടിയ വ്യക്തിയുമാണ്. ഇദ്ദേഹമാണ് പിതാക്കന്മാരെ ചീത്ത പറയുന്ന ചീഞ്ഞു നാറിയ ആൾ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിലങ്കിൽ നമ്മുടെ പള്ളിയിൽ നിന്ന് പോയത് കിഴക്കമ്പലം വിലങ്ങ് പള്ളിയിലേക്കാണ്. ആ പള്ളിയിലും ഇതേപോലെ കഴിഞ്ഞ ആഴ്ച, അതായത് 13/2024 ഇടവക്കാരെ തമ്മിൽ കുർബാനയ്ക്ക് ശേഷം നല്ല അടിപൊളി ഉണ്ടായത് ക്രിമിനൽ കേസാണ്. ഈ പറയുന്ന കൂടാതെനിക്കും അതേപോലെ കേട്ട് പീറ്റർ കോയിക്കര 1-ാം പ്രതി 2-ാം പ്രതി എന്തൊക്കെയാണ്. എന്തായാലും അത് ക്രിമിനൽ കേസായി മാറിയിരിക്കുകയാണ്. അത് അവിടെ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നിലവിൽ പീറ്റർ കോയിക്കര ഇടവകാരിയ അവിടെ നിന്ന് വിലങ്ങ് പള്ളിയിലെ ഇടവക്കാർ അതിരൂപത അരമനയിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് കൂട്ടമായിട്ട്. എന്തായാലും ആ കംപ്ലൈൻറ്റ് വായിക്കാൻ നമുക്ക്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സ്നേഹ ബഹുമാനരായ കൂരിയാംഗങ്ങളുടെ പരിഗണനയ്ക്കായി കിഴക്കമ്പലം ഫൊറോനയിൽ വിലങ്ങ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളി ഇടവകാംഗങ്ങൾ ചേർന്ന് എഴുതി തയ്യാറാക്കി ഒപ്പിട്ട് സമർപ്പിക്കുന്ന സങ്കട ഹർജി. വിലങ്ങ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ ഏകദേശം 150ഓളം കുടുംബങ്ങളാണ് ഇടവകാംഗങ്ങളായിട്ടുള്ളത്. അതിനാൽ തന്നെ ഇതൊരു സെമി പാരിഷ് പദവിയുള്ള പള്ളിയാണ്. 2023 ഇടവകയുടെ പുതിയ വികാരിയായി ഫാദർ പീറ്റർ കോയിക്കര ചാർജ് എടുത്തത് അതിനുശേഷമാണ് വിലങ്ങ് ഇടവകയിൽ 2023 പുതിയ പാരിഷ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് ഇടവകയിൽ ആദ്യമായി വികാരിച്ചിന്റെ നോമിനികൾ എന്ന പേരിൽ കുറെ അംഗങ്ങളെ വികാരിച്ചൻ തെരഞ്ഞെടുത്തു. 4 പേരിൽ 3 പേരും യാതൊരു മെറിറ്റും ഇല്ലാത്തവരെയാണ് ഫാദർ പീറ്റർ കോയിക്കര തെരഞ്ഞെടുത്തത്. അദ്ദേഹം ഇടവക വികാരിയായി ചാർജ് എടുത്ത നാൾ മുതൽ ഈ സംഘം ഒരുമിച്ച് കൂടിയിരുന്ന് മദ്യപാനം നടത്തിയിരുന്നതും പള്ളിയുടെ പാരിഷ് ഹാളിലും പള്ളി കോമ്പൗണ്ടിലും തന്നെയായിരുന്നു. ഇതിനെ എതിർത്തവരെ വികാരിച്ചൻ ഉൾപ്പെടെയുള്ളവരുടെ സംഘം പാരിഷ് കൗൺസിലിലും പള്ളിയിലും വെച്ച് അസഭ്യം പറയുകയും പാരിഷ് കൗൺസിൽ മീറ്റിങ്ങുകളിൽ പലപ്പോഴും ഒരു പടക്കളമായി മാറ്റുകയും ചെയ്തത് ഈ അച്ഛൻ്റെ നേതൃത്വത്തിലാണ്. മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞ സ്ത്രീ പ്രതിനിധികളെ പോലും അസഭ്യം കൊണ്ടാണ് അച്ഛൻ നേരിട്ടത്. കൗൺസിൽ അംഗങ്ങളായിരുന്ന മുതിർന്ന അംഗങ്ങളെയും ഈ കൂട്ടത്തിൽ അച്ഛൻ തെറിവർ വിളിച്ച് അപമാനിച്ചു. ഈ ഇടവകയിലെ എല്ലാ ഗ്രൂപ്പിസവും വികാരി എന്ന നിലയിൽ ഫാദർ പീറ്റർ കോയിക്കരയാണ് തുടങ്ങിയത്. ആദ്യമായി അച്ഛനും കൂട്ടാളികളും പള്ളി കോമ്പൗണ്ടിലും പാരിഷ് ഹാളിലും മദ്യപിച്ചതിനെ ചോദ്യം ചെയ്തതിന് പ്രതികാരമായാണ് ഒരു കൈക്കാരനെതിരെ വികാരച്ചനും അച്ഛൻ്റെ കള്ളുകൂടി സംഘത്തിലെ ആളുകളും ചേർന്നാണ് അപമാനിച്ച് ഇറക്കിവിട്ടത്. അതിനെ തുടർന്ന് മതാധ്യാപനം നടത്തിയിരുന്ന സിസ്റ്റേഴ്സിനെ അപമാനിക്കുകയും മതാധ്യാപനത്തിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്ന് പള്ളിയിൽ വിളിച്ചു പറഞ്ഞായിരുന്നു അപമാനിച്ചിറക്കിവിട്ടത്. മതാധ്യാപിക എച്ച് എം ഉൾപ്പെടെയുള്ള സിസ്റ്റേഴ്സിനെയാണ് ഈ അച്ഛൻ ഇത്തരത്തിൽ വിട്ടത്. അതിനുശേഷം മാതാപിതാക്കളുടെ എതിർപ്പുണ്ടായിട്ടും മതബോധനത്തിന് ഒരു വനിതാ ടീച്ചറെ എച്ച് എം ആക്കുകയും ഈ തെറ്റായ തീരുമാനത്തെ തുടർന്ന് മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ മതാധ്യാപനത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കാൻ ഇടയാക്കുകയും ചെയ്തു. മുൻ പൊതുയോഗ തീരുമാനപ്രകാരം പള്ളി കോമ്പൗണ്ടിൽ വെച്ച് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് വിലക്കിയിരുന്നു. എന്നാൽ ആ പൊതുയോഗ തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അച്ഛനും കൂട്ടുകാരും പള്ളി കോമ്പൗണ്ടിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കുകയും അതിന്റെ മറവിൽ മദ്യപാനം നടത്തുകയും യുവജനങ്ങൾ പോലും അതിൽ ചേരാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ഇടവക വിശ്വാസികൾ എതിർപ്പുമായി വന്നു. അച്ഛനും മദ്യപാന സംഘവും കൂട്ടമായാണ് മദ്യപാനത്തെ എതിർത്ത പാരിഷ് കൗൺസിൽ അംഗങ്ങളെ അസഭ്യം പറയുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തത്.
പള്ളി കൊയർ ഗ്രൂപ്പിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇടവക തിരുനാളിന് തുടർച്ചയായി പുറത്തുള്ള കൊയർ സംഘത്തെ കൊണ്ടുവന്നത് എതിർത്തതിനാൽ കൊയർ ഗ്രൂപ്പ് ലീഡറും പാരിഷ് കൗൺസിൽ അംഗവുമായിരുന്ന വ്യക്തിയെ തുടർച്ചയായി കൗൺസിൽ മീറ്റിംഗുകൾ അപമാനിക്കുകയും തുടർന്ന് അദ്ദേഹം പാരിഷ് കൗൺസിലിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. മതാധ്യാപനം നടത്തിയിരുന്ന അധ്യാപകർക്കിടയിൽ ഗ്രൂപ്പ് സൃഷ്ടിക്കുകയും വനിതാ അധ്യാപകരോടുള്ള വികാരത്തിന്റെ മോശമായ പെരുമാറ്റത്തെ തുടർന്ന് 4 അൽമായ അധ്യാപകരും 2 സിസ്റ്റേഴ്സും ഉൾപ്പെടെ 6 മതാധ്യാപകരാണ് ഒരു വർഷക്കാലത്തിനുള്ളിൽ അവരുടെ സേവനം ഉപേക്ഷിച്ചു പോയത്. മതാധ്യാപനം നിർത്തിയ വ്യക്തികൾ പള്ളിയിൽ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ പ്രസംഗത്തിനിടയിൽ വ്യക്തിപരമായി അപമാനിക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയതിനാൽ തുടർന്നുള്ള കുർബാനകൾ ഒഴിവാക്കി മറ്റു പള്ളികളിൽ കുർബാനയ്ക്ക് പോകേണ്ട അവസ്ഥയാണുള്ളത്. ഈ ഇടവകയുടെ പരിധിയിൽ വരുന്ന സിസ്റ്റേഴ്സിന്റെ ഒരു സ്ഥാപനത്തിൽ ദിവസേനയുള്ള പ്രഭാത കുർബാന ചൊല്ലുന്നതിനെ ഭീഷണിപ്പെടുത്തിയും നിരന്തരം അസഭ്യവും അപമാനിക്കലും നടത്തിയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഈ വൈദികന്റെ ഒരു സ്വഭാവമാണ്. ഒരു വൈദികൻ എന്ന നിലയിലല്ല ഇദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്നതിനാലും ഇടവാംഗങ്ങൾക്കിടയിൽ പകയും വിദ്വേഷവും വിരോധവും വളർത്തുന്നതിന് മുഖ്യ കാരണികനാണ് ഇദ്ദേഹം. സ്ത്രീകളെ അപമാനിക്കുവാൻ അവർക്കെതിരെ അസഭ്യകഥകൾ പള്ളിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലും മതാധ്യാപകരുടെ ഗ്രൂപ്പിലും എഴുതിയിടുന്നത് ഈ വൈദികനാണ്. അത്തരത്തിൽ അപമാനിക്കപ്പെട്ട ഒരു വനിതാ അധ്യാപിക മതബോധന രൂപതാ ഡയറക്ടർക്കും ഫോറോണർ സെക്രട്ടറിക്കും നേരിട്ട് പരാതി നൽകിയതും അതിന് തെളിവാണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ 7 വർഷങ്ങളായി ഇടവകയിലെ കപ്പേരായി സേവനം ചെയ്തിരുന്ന യുവാവ് വികാരിയച്ഛന്റെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെയും വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് പള്ളിയും പള്ളി കോമ്പൗണ്ടും ഉപയോഗിക്കുന്നതും ഇവ പള്ളിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളും മദ്യപാനം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ദിവസേനയുള്ള കുർബാന ഉൾപ്പെടെയുള്ള തടസ്സപ്പെടുവാൻ പലപ്പോഴും കാരണമാക്കുന്നതിനാലും കപ്പേർ ജോലിയിൽ നിന്ന് രാജിവെച്ച് പോകാൻ ഇടയാക്കി. കപ്പേർ ഒഴിവാകുന്നതിനാൽ പുതിയ കപ്പേരെ തെരഞ്ഞെടുത്തത് എങ്ങും കേട്ടുകേൾവി പോലുമില്ലാത്ത തരത്തിൽ ഒരു സ്ത്രീയെയാണ്. പിന്നീട് ഇടവകങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് പുരുഷ കപ്പേരെ തെരഞ്ഞെടുത്തത്. ഇക്കഴിഞ്ഞ മെയ് 13 വികാരിയച്ഛൻ ഓഫീസിൽ മുറിയിലിരുന്ന് മദ്യപിച്ച് ലക്കുകെട്ട് ഓഫീസിൽ മുറിയിൽ തന്നെ തലയടിച്ച് വീണ് തലയ്ക്കും മുഖത്തും സാരമായ പരിക്കുകളുടെ ബോധമില്ലാതെ കിടന്നിരുന്ന വികാരിയച്ഛനെ രാവിലെ കണ്ടുപിടിച്ചതും ഹോസ്പിറ്റലിലാക്കിയതും രാവിലത്തെ കുർബാനയ്ക്ക് വന്ന ഇടവക ജനങ്ങളാണ്. മദ്യപിച്ച് ലക്കുകെട്ട് കുർബാന ചൊല്ലാൻ കഴിയാതെ വിലങ്ങിടവകയിലെ രാവിലത്തെ കുർബാന പല ദിവസങ്ങളിലും മുടങ്ങിയിട്ടുണ്ട്. 2025 ഈസ്റ്റർ ഞായറാഴ്ച രാവിലെ കുർബാനയിൽ മദ്യപിച്ച് ലക്കുകെട്ടാണ് കുർബാന ചൊല്ലിയത്. അച്ഛന്റെ മോശം അവസ്ഥ കണ്ട് കുർബാന ചൊല്ലുന്നതിൽ നിന്നും കപ്പേർ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നിർബന്ധ ബുദ്ധിയോടെ കുർബാന ചൊല്ലുകയും കാലാനുസൃതമല്ലാത്ത പ്രാർത്ഥനകളും മരിച്ചവർക്കുള്ള പ്രാർത്ഥനകളും കുർബാനക്കിടയിൽ ചൊല്ലിയതും ആളുകളുടെ പ്രതിഷേധത്തിനിടയാക്കി. ഇങ്ങനെ മദ്യപിച്ച് കുർബാന ചൊല്ലുന്നതും പൊതുജന മധ്യത്തിൽ അപമാനിക്കപ്പെടുന്നതും ഇദ്ദേഹത്തിന്റെ സ്ഥിരം സ്വഭാവമാണ്. കൂടാതെ മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങളും ഈ വികാരത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ അരങ്ങേറുന്നത്. ലോക പുരോഹിതനായ ക്രിസ്തുവിന്റെയോ കത്തോലിക്ക സഭയുടെയോ ഒരു ചൈതന്യമോ മഹത്വമോ ഇല്ലാത്ത ഈ പുരോഹിതൻ ഇനിയും ഈ ഇടവകയിൽ തുടർന്നാൽ അൽമായ സമൂഹവും യുവതലമുറയും കുഞ്ഞുങ്ങളും വിശ്വാസത്തിൽ നിന്ന് ഈ പള്ളിയിൽ നിന്നും അകലുവാനും ഇടയാക്കുമെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ഓരോ ഇടവകയുടെ വിശ്വാസ പരിശീലന വിഭാഗമാണ് പുതിയ തലമുറയെ വിശ്വാസത്തിൽ വേരുറച്ച് വളരാൻ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നത്. ആയതിനാൽ കന്യാസികൾ പള്ളിയിൽ വരുന്നതിനും വിശ്വാസ പരിശീലനത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിനും ഇടയാക്കുന്ന വിധത്തിലുള്ള നടപടികൾ ബഹുമാനപ്പെട്ട സഭാ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകണമെന്നും ഇത്തരത്തിൽ പൂർണ്ണമായും ഇടവകയെയും ക്രിസ്തീയ സമൂഹത്തെയും അവഹേളിക്കുന്ന ഈ പുരോഹിതനെതിരെ ജനവികാരം ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തികളുടെ ആരോഗ്യകരമായ പ്രതികരണമാണെന്ന് മനസ്സിലാക്കി ഫാദർ പീറ്റർ കോയിക്കലിനെതിരെ അന്വേഷണം നടത്തി ഇടവക വികാരി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും വിലങ്ങിടവകയിൽ സമാധാനവും വിശ്വാസ ജീവിതം തുടരുവാനുള്ള ഇടവക ജനങ്ങളുടെ അവകാശത്തെ അംഗീകരിക്കണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശ്വാസപൂർവ്വം ഇടവക ജനങ്ങൾ. അതിന്റെ റെസീറ്റൊക്കെ ഉണ്ട്, കൂരിയയിൽ അരമന കൂരിയെ കൊടുത്തതിൻ്റെയൊക്കെ. എന്തായാലും ഈ നമ്മുടെ ഇടവകയിൽ 117 ദിവസം ഉണ്ടായിട്ട് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്ത് അലമ്പാക്കി, പരസ്പരം ഇടവക്കാരെ തമ്മിൽ ഇത്രയ്ക്ക് സ്പർദ്ധ ഉണ്ടാക്കി വാകെ അലമ്പാക്കിയിട്ടേക്കാണ്. ഈ പുള്ളി കുറച്ച് നാളുടെ ഉണ്ടായിരുന്നെങ്കിലുള്ള ഇടവയുടെ അവസ്ഥ ചോരക്കളിയായി തന്നെ പല കാര്യങ്ങളും സൃഷ്ടിച്ചാണ്. എന്തായാലും പീറ്റർ കോയിക്കൽ വികാരിയായിരുന്ന അന്ന് ആ സമയത്ത് പാരിഷ് കൗൺസിലിൽ ഞാൻ 20 മിനിറ്റ് അവതരിപ്പിച്ച കാര്യങ്ങളിൽ എൻ്റെ വ്യക്തമായ നിലപാടുകളിൽ ഈ 2 വർഷങ്ങൾക്ക് ശേഷവും ഞാൻ അടിയുറച്ച് നിൽക്കുന്നു. കാരണം എല്ലാം തുടക്കത്തിൽ തടയാനാണ് ഞാൻ ശ്രമിച്ചത്. ഞാൻ ഒറ്റയ്ക്കായി പോയി. ആദ്യത്തെ കേസിന് വഴിവെച്ച സോണി സാറ്, റീനാവർക്കി ടീച്ചർ, ടീച്ചറിനെയൊക്കെ പുറത്താക്കിയ രീതി തെറ്റായിപ്പോയി. പള്ളിമേടെ താഴേക്ക് മാറ്റുന്നു എന്ന ലേബൽ വെച്ച് CLC റൂം കളി, അതേപോലെ മതബോധന റൂം കളി, വുമൻസ് വെൽഫെയർ റൂം കളി തെറ്റായിപ്പോയി. കാരണം വിൻസെന്റ് ഇപ്പോൾ റൂം അവരെ മാറ്റാനോ അതേപോലെ മരണാന്തര സംഘം റൂം ഒഴിപ്പിക്കലൊക്കെ ഉള്ള രഹസ്യ അജണ്ടകളായിരുന്നു അതിൻ്റെ പുറകിൽ. എന്തായാലും എല്ലാം മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാനായിട്ട് പ്രിയപ്പെട്ട ജെറിനാലിയത്ത് അച്ഛന് സാധിക്കുമായിരുന്നു. രാഷ്ട്രീയ കോക്കസിന്റെ കൂടെ നിന്ന് എല്ലാം വഷളാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇപ്പം എന്തായി, ഇപ്പം എത്ര കേസായി, അങ്ങനെ എന്തായാലും എല്ലാം കൂടി പശു നിക്കറിട്ട അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. എന്തായാലും ഇനി രാഷ്ട്രീയ കോക്കസ് നേതാക്കളെ പറ്റിയാണ്. വരുന്ന അച്ഛന്മാരെ അവർ ഇടവകയിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ കോക്കസ് ട്യൂൺ ചെയ്യും. എന്നിട്ട് ബിഷപ്പാൽ കുത്തിവെച്ച് വഷളാക്കി പാവ കളിപ്പിക്കുന്നത് രാഷ്ട്രീയ കോക്കസിന്റെ തന്ത്രമാണ്. വരുന്ന ഇടവക വികാരച്ഛന്മാര് ഈ രാഷ്ട്രീയ കോക്കസിന്റെ കൊരങ്ങച്ചന്മാരായിട്ട് അധപ്പതിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത കാലത്തെ പ്രധാന പ്രശ്നം.
ഇവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വ്യക്തി വൈരാഗ്യങ്ങൾ അച്ഛന്മാരിലൂടെ നടത്തുന്നു. കാരണം പീറ്റർ പോയിക്കര അവിടെ വന്നപ്പോൾ ആ പുള്ളിനെ പൊക്കിക്കൊണ്ട് നടന്നു. അച്ഛൻ പോയപ്പോൾ പുള്ളി പോയി കഴിഞ്ഞപ്പോൾ പുള്ളി ഭ്രാന്തനായി. ഇപ്പോൾ പുള്ളി തള്ളി പറയാണ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ. അതേപോലെ ഈ ചെറിയച്ഛനെ ഇപ്പോൾ പൊക്കിക്കൊണ്ട് നടപ്പുണ്ട്, ചെറിയാളത്തിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. ചെറിയച്ഛൻ പോകുമ്പോൾ എല്ലാവരും അവരൊക്കെ ഈ രാഷ്ട്രീയ കോക്കസ് എന്നൊക്കെ പറഞ്ഞ കരയും വിലപിക്കും സംഭവമൊക്കെ ചെയ്യും. അച്ഛൻ ഇപ്പോൾ ആ ഇടവകയുടെ മറ്റേ ഗേറ്റിന്റെ വാതിൽ ഇറങ്ങിക്കഴിഞ്ഞ് അപ്പോഴേക്കും ആ മുഖം മാറും. പിന്നെ പുതിയ അച്ഛൻ വരുന്നു, ഒക്കെ കൊടുത്ത് സ്വീകരിക്കും. പിന്നെ ആ അച്ഛൻ്റെ പുറകെ പിന്നെ രാഷ്ട്രീയ കളികൾ വ്യക്തിരാക്കി തീർക്കുന്നൊക്കെ ആയിട്ട് അതങ്ങനെ ട്യൂൺ ചെയ്ത് പിന്നെ അങ്ങനെ നോക്കുള്ളൂ. ആ പുതിയ ആൾക്കാർ അങ്ങനെ നോക്കുള്ളൂ. എന്താ പറയുക, എന്തായാലും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പ്രാപ്തിയുള്ള ഒരു നല്ല വികാരേച്ചന് ഈ പ്രശ്നങ്ങളൊക്കെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ സാധിക്കും. കാരണം ജെറിഞ്ഞാളത്തിന് അതൊന്നും സാധിക്കില്ല. കാരണം ഈ ഇടവക ഭരണം ജെറിഞ്ഞാളത്ത് അച്ഛന് പറ്റില്ല. കാരണം ഇടവക വികാരി എന്ന നിലയിൽ പുള്ളി സമ്പൂർണ്ണ പരാജയമാണ്. എന്നാൽ രാഷ്ട്രീയ കോക്കസിന്റെ ഏറ്റവും മോശം കാര്യമെന്ന് ഇടവക്കർ ആശയപരമായി പറയുന്ന നിർദ്ദേശങ്ങൾ വ്യക്തിപരമായി എടുത്തു പറയുന്നു എന്നുള്ളതാണ്. കാരണം അഭിപ്രായം പറയുന്ന ആളുകളെ അങ്ങോട്ട് മോശക്കാരൊക്കെയാണ്. കാരണം മോശം വ്യക്തി നല്ല ആശയം പറഞ്ഞാലും മോശം, അങ്ങനത്തെ സെറ്റപ്പിലേക്ക് ചാപ്പൂത്തി ഗ്രൂപ്പീസ് ഉണ്ടാക്കിയാണ്. അപ്പൊ നമ്മളെ ഇടവക്കാർ പരസ്പരം ക്യാഷ്വലായിട്ട് കാണുമ്പോഴൊക്കെ ഒന്ന് പരസ്പരം കണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിന്റെ ആളായി, ഈ ഗ്രൂപ്പിന്റെ ആളായി, മറ്റേ ഗ്രൂപ്പിന്റെ ആളായി എന്ന് നമ്മൾ ചാപ്പൂത്താണ്. അത് ഒരുതരം ഗ്രൂപ്പിസം അങ്ങനെ ആക്കിയെടുത്തിട്ട് ഇവരെ മാത്രം എന്നുള്ള സെറ്റപ്പ്. അപ്പൊ ഇടവകയിൽ വെറും 10% കിണറ്റിലെ തവളകളുടെ അധികാര രാഷ്ട്രീയ കളിയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഈ 10% ഇടവക വികാരിമാരെ അനുവദിക്കില്ല. സന്ധി സംഭാഷണങ്ങളുടെ ഇടവക സംഭാഷണത്തിൽ തിരിച്ചു സമാധാനത്തിൽ ഇടവക സന്ധി സംഭാഷണങ്ങളുടെ ഇടവക സമാധാനത്തിൽ തിരിച്ചു വന്നാൽ പള്ളി രാഷ്ട്രീയ കോക്കസിന് നിലനിൽപ്പില്ല. പിന്നെ എന്ത് പറഞ്ഞ് ഇവർ അധികാരം പിടിക്കും? പിന്നെ എന്ത് പറഞ്ഞ് ഇവര് ഇടവകയുടെ പണം കെട്ടിപ്പിടിക്കും? പിന്നെ എന്ത് പറഞ്ഞ് ഇവര് ആളാകും, വിശുദ്ധരാകും, പുണ്യാളന്മാരാകും? കാരണം പിന്നെ അടുത്തായിരുന്നു പറഞ്ഞാൽ ഈ രൂപങ്ങൾ ഗ്രോട്ടോകൾ, അതായത് ഇടവകയെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് നശിപ്പിച്ച ഈ രാഷ്ട്രീയ കോക്കസ് നേതാക്കളുടെ വിശുദ്ധ രൂപങ്ങൾ വെച്ചുള്ള ഗ്രോട്ടോ, അധികാരപ്പൂക്കളുടെ ഗ്രോട്ടോ ഇടവമുറ്റത്ത് പണിയേണ്ടതാണ്. എല്ലാവരും ഒരുമിച്ച് പണിയേണ്ടതാണ്, ഒരുമിച്ച് നിന്നിട്ട്. എന്തായാലും നവോത്ഥാന നേതാക്കളായ വിശുദ്ധരായ അധികാരപ്പൂക്കളുടെ ഗ്രോട്ടോ ഇടവകയുടെ ഗേറ്റ് തൊട്ട് ആനവാതിൽ വരെ പണിയണം മുഖാഭിമുഖമായിട്ട്. കാരണം ഇപ്പൊ ടൈൽ തരവധാനേക്ക് പിടിച്ചിട്ടുണ്ടല്ലോ, ഇപ്പൊ മുഖാഭിമുഖം അവിടെ വരെ ഇങ്ങനെ നിരന്ന് വെക്കാം. പള്ളി തിരുനാളിന് പ്രദക്ഷിണം ഇറങ്ങുമ്പോൾ, അതേപോലെ ക്രിസ്മസ് ഈസ്റ്റർ പ്രദക്ഷിണം നടക്കുമ്പോൾ, അതുപോലെ പരിഹാര പ്രദക്ഷിണം, കൊന്ത കുരിശിന്റെ വഴി എങ്ങനെയൊക്കെ നടത്തുമ്പോൾ ഈ രാഷ്ട്രീയ കോക്കസ് നേതാക്കളെ ഇവരുടെ ഗ്രോട്ടോ ചുറ്റിയാകട്ടെ, പുതിയൊരു ആചാരം വരട്ടെ, പുതിയൊരു ട്രെൻഡ് ആവട്ടെ, കാരുണ്യപ്പൂക്കളുടെ ഗ്രോട്ടോ എന്നൊക്കെ പറഞ്ഞുള്ള പുതിയ ട്രെൻഡ് പോലെ ഇവരുടെയൊക്കെ പള്ളിയുടെ ഈ പള്ളി രാഷ്ട്രീയ നവോത്ഥാന നേതാക്കളുടെ വിശുദ്ധരൊക്കെയാണല്ലോ, അവരുടെയും ഒരു ഗ്രോട്ടോയിലും ചുറ്റിയുള്ള കാര്യങ്ങളാവട്ടെ. എന്തായാലും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ വിശുദ്ധ പദവിയിലേക്ക് ഇവരൊക്കെ ഉയർത്തപ്പെടട്ടെ. എന്തായാലും ഈ രാഷ്ട്രീയ കോക്കസിന്റെ കൂടെ നിന്ന് ഇടവകയെ നശിപ്പിച്ച പീറ്റർ കോയിക്കരുടെ രൂപം വെച്ചുള്ള ഗ്രോട്ടോയും വേണം. കൂടാതെ ഇവരുടെ ആശയങ്ങൾ തിരുത്താതെ പിന്തുടർന്ന ജെറിഞ്ഞാളയത്തിന്റെ രൂപവും ഗ്രോട്ടോയും വേണ്ടതാണ്. എന്തായാലും ഈ അധികാരപ്പൂക്കളുടെ ഗ്രോട്ടോയുടെ താഴെ നേർച്ചപ്പെട്ടി, അതേപോലെ QR കോഡ് സംഭവങ്ങളൊക്കെ വെച്ച് പൈസ പിരിക്കാം. പുതിയൊരു ഭക്തി ബിസിനസ്സൊക്കെ നമുക്ക് നടത്താവുന്നതാണ്. പ്രിയപ്പെട്ട ചെറിയച്ച, സത്യത്തിന്റെ കൂടെ നട്ടെല്ല് നിവർത്തി നിൽക്കാനായിട്ട് നല്ല പണിയാണ്. രാഷ്ട്രീയ കോക്കസിന്റെ കൂടെ നിൽക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം പ്രശ്നങ്ങളില്ലാതെ നോക്കുകയാണ് ഒരു നല്ല ഇടയൻ ചെയ്യേണ്ടത്. രാഷ്ട്രീയ കോക്കസ് നേതാക്കൾ തെറ്റുകൾ ചെയ്യുന്നത് കാണുമ്പോൾ അത് തിരുത്താനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ അവരുടെ കൂടെ കൂടി കാര്യങ്ങൾ വഷളാക്കുകയല്ല ചെയ്യേണ്ടത്. ഈ കാരുണ്യപ്പൂക്കളുടെ ഗ്രോട്ടോയിലും പൂന്തോട്ടത്തിലൊന്നും ഒരു കാര്യമില്ല. കാരണം ഇടവക്കാരുടെ ഇടയിൽ അവരുടെ മനസ്സുകളിൽ ഐക്യത്തിന്റെ കാരുണ്യപ്പൂക്കളുടെ പൂന്തോട്ടം നട്ടു വളർത്തണം. ഒരു ഞായറാഴ്ച, ഈ 2024 മെയ് 17 ഞായറാഴ്ച കുർബാന അന്ന് ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട് ഇടവക്കാരുടെ മൊബൈൽ ഫോൺ ഉയർത്തിപ്പിടിച്ച് അച്ഛൻ വെഞ്ചിരിപ്പിക്കുകയുണ്ടായി. എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ തന്നെ ഉയർത്തിപ്പിടിച്ച് വെഞ്ചിരിപ്പിക്കുകയുണ്ടായി. എന്തായാലും ഈ ആദ്യം ഈ കുർബാന അലമ്പ് സമരത്തിലൊക്കെ ഈ ഉൾപ്പെടെ ഇടവകയിൽ അതിരൂപതയിലും കിടന്നിങ്ങനെ അലമ്പുന്ന ഈ ജെറിഞ്ഞാളത്തച്ഛൻ്റെ മൊബൈൽ ആദ്യം ഒന്ന് വെഞ്ചിരിക്കും. അത് വളരെ നന്നായിരിക്കും. കാരണം പിന്നെ ഇടവക്കാരുടെ മനസ്സുകളിലെ സ്നേഹത്തിന്റെ മൊബൈൽ ഫോണിൽ വെഞ്ചിരിപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും അഭികാമ്യം. ഈ വ്യാജ തിരുശേഷിപ്പ്, കാരുണ്യപ്പൂക്കളുടെ ഗ്രോട്ടോ പ്രഹസനങ്ങളോ അങ്ങനെ പല അഭ്യാസങ്ങളും ഇല്ലാതിരുന്ന സമാധാനത്തിൽ പോയിരുന്ന ഒരു കൊച്ചു കച്ചേരിപ്പള്ളി ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പൊ ക്രൂശിതനായ ക്രിസ്തുവും മാതാവും ജർമാനമ്മയും അന്തോണിസ് പുണ്യാളനും എല്ലാം അന്നൊക്കെ പള്ളിയുടെ അകത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഇടവക ഭിന്നത കാരണം അവരൊക്കെ പള്ളിയുടെ പുറത്ത് ഗേറ്റും ഇങ്ങനെ ഇവിടുത്തെ പേക്കൂത്തുകളെ കണ്ട് ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചേക്കേണ്ട അവസ്ഥയാണ്. ഇപ്പൊ ഗേറ്റിന് പൊക്കം കൂടി കൊണ്ട് ഇപ്പൊ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചേക്കേണ്ട അവസ്ഥയൊക്കെയാണ്. എന്തായാലും അന്നും ഇടവക്കാരൊക്കെ തമ്മിൽ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പരസ്പരം സ്നേഹം ഉണ്ടായിരുന്നു, ഒരു ബന്ധം ഉണ്ടായി. പഴയ ആൾക്കാർക്ക് തമ്മിൽ ഇപ്പോഴും നല്ലൊരു ബന്ധമുണ്ട്. കാരണം ഇപ്പോഴത്തെ പോലെ വ്യക്തിവൈരാഗ്യങ്ങളും ഇല്ല, ആശയപരമായ അഭിപ്രായങ്ങളും പറയുന്ന ഒരു സംഭവമുള്ളൂ. ഇങ്ങനെ വ്യക്തിവൈരാഗ്യങ്ങളിലേക്ക് ഇങ്ങനെ രീതിയിൽ പോകാറില്ല. ഇപ്പൊ ഈ പോകുന്നത് വളരെ അലമ്പാണ് ഈ രാഷ്ട്രീയ കോക്കസ് കൊണ്ടുപോകുന്നത്. എന്തായാലും ഇടവകയിലെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ മാറ്റി നിർത്തുന്നത് ആടിന്റെ മണമുള്ള ഒരു നല്ല ഇടയന് ചേർന്ന കാര്യമല്ല. പ്രിയപ്പെട്ട ചെറിയച്ചൻ നല്ല ഇടയനായി അവരെ സമീപിച്ചാൽ പ്രശ്നക്കാരൊക്കെ ഒന്ന്
പറയുന്നവരെയൊക്കെ പൈതങ്ങളെ പോലെ മെരിക്കാനൊക്കെ പറ്റും, കുഞ്ഞാടുകളെ പോലെ ഒതുക്കാനൊക്കെ, അതുപോലെ ഒതുക്കാനല്ല മെരിക്കാനായിട്ട് ഒരു നല്ല ഇടയന് സാധിക്കും. പക്ഷെ അത് അച്ഛൻ അതിനായിട്ട് ശ്രമിച്ചില്ല. എന്തായാലും ഈ ഇടവകയിൽ ഒരു ഗ്രൂപ്പിലും ഇല്ലാത്ത പൗലോസ് പയ്യപ്പള്ളി ചേട്ടൻ ചെറിയച്ഛനെ പള്ളിമടയിൽ വന്ന് കണ്ട് സംസാരിച്ചിരുന്നു. ഇടവകയിലെ പല പ്രശ്നങ്ങൾക്കും നല്ല നിർദ്ദേശങ്ങൾ പല പേപ്പറിൽ ടൈപ്പ് ചെയ്തിട്ട് അച്ഛനോടൊന്ന് തന്നു. ജെറേച്ചൻ നല്ലൊരു മറുപടി കൊടുത്തില്ല, അപമാനിച്ചു വിടുകയാണ് ചെയ്തത് ആ പൗലോസ് പയ്യപ്പള്ളി ചേട്ടനെ. ജെറേച്ചന്റെ മോശം മനോഭാവവും പ്രതികരണങ്ങളും കാരണം ആ ചേട്ടനും ഫാമിലിയും ഒരു വർഷത്തിലധികമായിട്ട് നമ്മുടെ ഇടവകപ്പള്ളിയിൽ സെന്റ് ക്ലെമൻസ് പള്ളിയിൽ കുർബാനയ്ക്ക് വരുന്നില്ല. 4.5 മണിക്കൂർ അച്ഛനോട് സംസാരിച്ച എനിക്കും ഈ പയ്യപ്പള്ളി ചേട്ടനൊക്കെ തോന്നിയ കാര്യങ്ങൾ തന്നെയാണ് എനിക്കും തോന്നിയത്. കാരണം ഈ ഈഗോ പിടിച്ച് ബലം പിടിച്ച് ഇരിക്കുന്ന ആളോട് എന്തു പറയാനാണ്, അഹങ്കാര മനോഭാവത്തോടെ ഡിറ്റർമൈൻഡ് മൈൻഡിലാണ് ഞങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത്. ഒന്നും മേക്കൂല, അങ്ങനത്തെ ഒരു അഹങ്കാരം പിടിച്ചുള്ളൊരു ഒരു മനോഭാവമാണ് ജെറേച്ചൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ജെറേച്ചനോട് മാന്യമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ച ഈ ഇടവയിലെ പലർക്കും ഇതേ അനുഭവങ്ങളാണ്. ചെറിഞ്ഞാളയത്തിന്റെ മഹിമ കൊണ്ട് കുറച്ചധികം ഇടവപ്പള്ളിയിൽ കുർബാനയ്ക്ക് പോലും വരുന്നില്ല. ഒരു ജെറേച്ചന്റെ ഒരു വികാരച്ചന്റെ ഏറ്റവും വലിയ ഭരണവിജയം തന്നെയാണ് അത് കേട്ടോ. ഇനി പഴയ കാര്യങ്ങളല്ലേ, അതൊന്നും എൻ്റെ കാലത്തല്ലല്ലോ എന്ന് തള്ളിപ്പറയുന്ന ഒരു അടവ് നയം ജെറേച്ചന്റെ സ്ഥിരം നമ്പറാണ്. പീറ്റർ കോയിക്കരുടെയും രാഷ്ട്രീയ കോക്കസിന്റെയും പഴയ ആശയങ്ങൾ പിന്നെ എന്തിനാണ് ജെറേച്ചൻ പിന്തുടർന്നത്? അതായത് പഴയ കാര്യങ്ങളായ പഴയ കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് കണക്ക് ഓക്കെ ആകാത്തതുകൊണ്ടല്ലേ ഈ പള്ളിത്തിരട്ട് പാസ്സാകാതെ സ്വതന്ത്ര ഇടവകയിലേക്ക് നയിച്ചത്. അപ്പോൾ പഴയ കണക്കുകൾ നോക്കിയാൽ മാത്രമേ അക്കൗണ്ടിങ് കണക്കൊക്കെ ടാലി ആവുള്ളൂ, ഓഡിറ്റിംഗ് ഒക്കെ ഓക്കെ ആവുള്ളൂ, പള്ളി കണക്കുകൾ ഓക്കെ ആവുള്ളൂ. അപ്പോൾ പഴയ കാര്യങ്ങൾ അത് അനുഭവിച്ചവർക്ക് വലുതാണച്ചോ, പ്രിയപ്പെട്ടച്ചോ. കാരണം പ്രശ്നങ്ങളുള്ളവരെ വിളിച്ചു വരുത്തി പള്ളിയിലെ കാർന്നവന്മാരെ മുതിർന്നവരായിട്ടൊക്കെ സംസാരിച്ച് ഒരു സന്ധ്യ സംഭാഷണത്തിന് ഒരു തവണയെങ്കിലും ഇതുവരെ ജെറേച്ചൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ശ്രമിച്ചു നോക്കാറുണ്ട്. ഇത്രയും നാളായില്ലേ വന്നിട്ട് ശ്രമിച്ചിട്ടുണ്ട് അച്ഛൻ. അപ്പോൾ പിന്നെ ജെറേച്ചൻ ഭരണസംഘത്തിന്റെ പൊതുയോഗത്തിലും അതേപോലെ സെന്റ് ജെർമൈൻസ് കുടുംബ യൂണിറ്റിലൊന്നും പങ്കെടുക്കാതിരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ജെറേച്ചനെ കാണിക്കുന്നത്? കാരണം ജെർമൈൻസ് കുടുംബ യൂണിറ്റിലെ 2 പേര് കുർബാന കേസ് കൊടുത്തതാണ് കാരണമെന്നാണ് അച്ഛനോട് പറഞ്ഞത്. ഞാൻ 4.5 മണിക്കൂർ സംസാരിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പൊ എല്ലാ ഇടവകയിലും കുർബാന കേസ് ഉണ്ടല്ലോ അച്ഛാ. കാരണം നമ്മുടെ ഇടവകയിൽ ഒരുപാട് വൈകിയാണ് കുർബാന കേസൊക്കെ ശരിക്കും പറഞ്ഞാൽ കൊടുത്തത്. പിന്നെ അതിരൂപത രാഷ്ട്രീയം ഈ ഇടവകയിലേക്ക് കടത്തുന്നത് എന്തിനാണ്? നിങ്ങൾ വൈദികരും തമ്മിലുള്ള കാര്യം നിങ്ങൾ തമ്മിൽ പറഞ്ഞെടുക്കാതെ വിശ്വാസികളോട് ഈഗോ കാണിച്ചിട്ട് എന്താ കാര്യം? പിന്നെ ഈ ഇടവകയിൽ ആരും കുർബാന തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നില്ല. ഇപ്പോഴും ആരും കുർബാന തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടില്ല. കുർബാന മുടക്കാൻ ഈ അച്ഛനെ ഊതിപ്പെരിപ്പിച്ച് കുടുംബത്തിലൊക്കെ പറഞ്ഞു നടക്കാറുണ്ട് ഇവിടെ ആരണ്ടൊക്കെ രാഷ്ട്രീയ കോക്കസൊക്കെ. പക്ഷെ ആരാണ് ഇവിടെ കുർബാന തടസ്സപ്പെടുത്തിയത്? ഞായറാഴ്ച കുർബാന ഇടവക്കാരനെ മുടക്കിയാണ് ജനുവരി 12, 2025 അച്ഛൻ അവിടെ പോയി അതിരൂപതയിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി പേക്കൂത്തൊക്കെ നടത്തി മറ്റു മാസങ്ങളിലൊക്കെ നടത്തിയിട്ട് അച്ഛൻ കാരണം ഇവിടെ ഇടവ കുർബാന മുടങ്ങിയിട്ടുണ്ട് കോവിഡ് കഴിഞ്ഞിട്ട്. അല്ലാതെ ഇവിടെ കുർബാന മുടങ്ങിയിട്ടില്ല. പിന്നെ ഈ മരണസംഘത്തിലും കുർബാന കേസ് കൊടുത്തവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പൊതുയോഗത്തിൽ അച്ഛൻ വന്നില്ല. അപ്പൊ അച്ഛനോട് എനിക്ക് പറയാനുള്ളത് ഈ പൊതുയോഗത്തിലേക്ക് 2 പൊതുയോഗം കഴിഞ്ഞു അച്ഛൻ വന്നിട്ട്. അപ്പൊ 5 മിനിറ്റ് അച്ഛനൊന്ന് വന്നിട്ട് എനിക്ക് തിരക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് പോകാൻ അതൊക്കെ ഒരു മര്യാദ. കാരണം ഇതിന്റെയൊക്കെ രക്ഷാധികാരിയായ ചെറിയച്ഛൻ ഇത് കാണിച്ചു കൊടുക്കുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അച്ഛൻ? അതായത് നമ്മുടെ അയൽ ഇടവകളിലെ പല ആൾക്കാരും അംഗങ്ങളായിട്ട് ഈ മരണസംഘത്തിലൊക്കെ ഉള്ളതാണ്. അച്ഛൻ ഈ തെറ്റുകൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഈ ഒളിച്ചൽ നടത്തുന്നത്? ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഭയക്കുന്ന എന്തിനാണ് അച്ഛൻ? അച്ഛൻ ഈ പള്ളി രാഷ്ട്രീയ കോക്കസ് നേതാക്കളുള്ള ഇടങ്ങളിൽ മാത്രം സേഫായിട്ട് നിൽക്കുന്നത് എന്താണ്? ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാരൊന്നും ഇടവക്കാരല്ലേ? ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും ഒരേപോലെ കാണാൻ ശ്രമിക്കുന്നേ. അതേപോലെ ഈ അച്ഛൻ എന്തിനാണ് ഈ ഒളിച്ചളിക്കുന്നത്? അച്ഛൻ വലിയ സമരനായകനൊക്കെ അല്ലേ അതിരൂപതയിലൊക്കെ. അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും എല്ലായിടത്തും എല്ലാവരെയും കാണുന്നത് ഇടവക്കാരിലേക്ക് ഇറങ്ങി കൂടുതലായിട്ട് ഇതിനെയും പേടിച്ച് മാറിയിരിക്കണത്. ഇനി ജെറിയച്ചന്റെ വയ്യാത്ത അപ്പനെ ഫോണിൽ വിളിച്ചിട്ട് ഇടവക്കാർ പള്ളിയിലെ കാര്യങ്ങൾ പറഞ്ഞ് മോശമായി സംസാരിച്ചത് ജെറിയച്ചന് വിഷമമായി എന്നൊക്കെ പറഞ്ഞ് അൾത്താരയിലും കുടുംബ യൂണിറ്റിലൊക്കെ പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഫോൺ വിളിക്കൊക്കെ പിൻപും അൾത്താരയിൽ പരസ്യമായിട്ട് ഇടവക്കാരുടെ പേരുകൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, കുറ്റം പറഞ്ഞല്ലോ, കുറെ മോശമായിട്ടൊക്കെ അച്ഛൻ സംസാരിച്ചല്ലോ. അപ്പൊ അത് കേട്ട അവരുടെ കുടുംബക്കാരെന്തോരം വിഷമിച്ചാണ് ഈ ഇടവകയിൽ പള്ളിയിലിരുന്നിട്ട്. അപ്പൊ എൻ്റെ അപ്പനെയും എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ ഇടവകയുടെ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായില്ല. എൻ്റെ നമ്പറൊക്കെ ഞങ്ങളുടെ യൂണിറ്റ് മെമ്പറും പ്രസിഡന്റും ശോഭിച്ചതും മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആഡ് ചെയ്തിട്ടില്ല എന്ന് വെച്ച് ഞങ്ങൾ പ്രസിഡന്റ് അടുത്ത് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു വിട്ടത് എൻ്റെ മദർ തെരേസ കുടുംബ യൂണിറ്റിന്റെ പ്രസിഡന്റിനെ എൻ്റെ വീട്ടിലേക്ക് വിട്ടേക്കാണ്. എൻ്റെ അപ്പച്ചൻ അവിടെ ചെന്ന് ഇടവകയിൽ എന്താണ്ടെങ്കിലും ഫോം പൂരിപ്പിച്ച് നമ്പർ കൊടുത്താൽ മാത്രമേ ഇടവകയിൽ ആഡ് ചെയ്യുള്ളൂ. അവിടുത്തെ നിയമമാണത്. അതും എൻ്റെ വയ്യാതിരിക്കണം. എൻ്റെ അപ്പച്ചന് വയ്യാതിരിക്കണം. ആഴ്ചയിൽ അപ്പച്ചനെ ജൂബിലേഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി സർജറിക്ക് വേണ്ടിയിട്ട്. ആ വയ്യാതിരിക്കുന്ന എൻ്റെ അപ്പച്ചനെ അങ്ങോട്ട് വരാൻ പറഞ്ഞ വേദനിപ്പിച്ചതാണ്. അതേപോലെ അച്ഛൻ എൻ്റെ ബേബിങ്ങളുടെ 7:41 അച്ഛൻ മനഃപൂർവ്വം വന്നില്ല.
മാറി കിടന്നു. അതേപോലെ ഈ ആണ്ടിൻ്റെ പരിപാടിക്ക് അച്ഛൻ കുർബാന ഞങ്ങൾ നോൺ വെജിറ്റേറിയൻ അങ്കിളിൻ്റെ ഇഷ്ടപ്രകാരം വെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ അതിൽ നിന്ന് പിന്മാറി വേറെ അച്ഛനെയൊക്കെ കുർബാനയ്ക്കും ഒപ്പീസിനെ ഏൽപ്പിച്ചു. എന്നിട്ട് അച്ഛൻ അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ആ മറ്റേ അച്ഛൻ കുർബാനയിൽ കഴിഞ്ഞ് അച്ഛൻ ഊറാറിട്ട് സിമിത്തേരിയിൽ ഈ ഒപ്പീസെല്ലാം തുടങ്ങി കഴിഞ്ഞപ്പോൾ അച്ഛൻ ആ സമയത്ത് കാറെടുത്ത് വന്നിട്ട് ആ ഉറാറ മേടിച്ച് ആ അച്ഛൻ്റെ നിന്ന് പിടിച്ചു വാങ്ങി അത് തോളിലിട്ട് അച്ഛൻ ഒരു മോശം പ്രസംഗങ്ങൾ നടത്തി. ഞങ്ങൾ ജ്ഞാനജാതി ഇങ്ങനെ എന്താണ് നോമ്പിന്റെ പ്രതിശുദ്ധി നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് കുറെ, അതായത് ചരമപ്രസംഗം നടത്തുന്ന കണ്ടിട്ടുണ്ട്. ഈ ആണ്ടിന്റെ പ്രസംഗം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അച്ഛൻ വൈരാഗ്യപൂർവ്വം അച്ഛൻ അങ്ങനെയൊക്കെ ഞങ്ങളെല്ലാവരെയും വിഷമിപ്പിച്ചു. ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയ അതിഥികളുടെ മുമ്പിൽ വിഷമിപ്പിച്ചു. അപ്പൊ അതെന്താണ്, അപ്പൊ ചെറിയച്ഛൻ പിടിച്ച മുയലിന് 3 കൊമ്പുകൾ, അതില് 3ാമത്തെ കൊമ്പ് സ്വർണ്ണക്കൊമ്പ്. അതൊക്കെയാണ് ഈ പറയുന്ന ഈഗോ, അഹങ്കാരം എന്ന് പറയുന്നത്. കാരണം ഈ ഇടവകാരി എന്നതിൽ പരാജയപ്പെടാൻ തന്നെ മെയിൻ കാര്യം ഇതാണ്. ഇനി ഈ ഇടവകയുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഗ്രൂപ്പ് അഡ്മിനുള്ളിയാണ്. അത് അങ്ങനെ ആക്കൽ തന്നെ ഒരുതരം മാധ്യമ തട്ടിപ്പാണ്. വേറെ ആർക്കും മെസ്സേജ് അയക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ളത്. കാരണം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എന്ന ന്യായീകരണം പറയുമെങ്കിലും ഇതിനൊരു അകത്ത് രഹസ്യ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, ഈ രാഷ്ട്രീയ കോക്കസിനും ചെറിയച്ഛനും അനുകൂലമായ കാര്യങ്ങൾ മാത്രം ഇടവക്കാർ അറിയിക്കുക. 2, യഥാർത്ഥ സത്യങ്ങൾ മറച്ചു വയ്ക്കുക. ഇവരുടെ നല്ല പരസ്യങ്ങൾ മാത്രം ഇടവക്കാർ അറിയിക്കുക. 3, ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ കുറച്ചുപേര് ഞങ്ങൾ കുറച്ചുപേര് മാത്രം മതി, അതിനനുസരിച്ച് അഭിപ്രായമില്ലാതെ ഇടവക്കാർ സഹകരിക്കുക. 4, ഇവർ ചെയ്യുന്ന തെറ്റുകൾ വളരെ വിദഗ്ധമായി മറച്ചു വെച്ച് വളച്ചൊടിച്ച് വാർത്തകളിടാം. 5, ഇവർ മാത്രം നല്ലവർ, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരെ എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കാം. 6, ജനാധിപത്യം എന്നത് ഈ രാഷ്ട്രീയ കോക്കസാണ്. അതായത് ഏകാധിപത്യത്തെ വളരെ വിദഗ്ധമായിട്ട് ജനാധിപത്യം എന്ന് ഇടവക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സംഭവമാണ്. ഇനി പ്രിയപ്പെട്ട ചെറിയച്ഛ, പള്ളിയിലെ ഒരു ഇടവക്കാരന് സംസാരിക്കാനുള്ള സ്പേസ് സത്യത്തിൽ എവിടെയാണ്? കാരണം ഇവിടെ കുറച്ചുപേർക്ക് മാത്രം സംസാരിക്കാനായിട്ട്, തീരുമാനിക്കാനൊക്കെ സ്പേസ്, അവരുടെ രാഷ്ട്രീയ കോക്കസ് ആശയങ്ങൾ നടപ്പിലാക്കാൻ മാത്രം സ്പേസ്. ഇടവക വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പ് അഡ്മിനുള്ളിലാണ്, ഇവർക്ക് മാത്രം സംസാരം, ബാക്കിയുള്ളവരൊക്കെ റേഡിയോ പോലെ കേൾക്കുന്ന ഒരു സംഭവം. പൊതുബോധത്തിലാണെങ്കിൽ ആഴ്ച ചോദിക്കാൻ 2 മിനിറ്റ് 5 മിനിറ്റൊക്കെയാണ് ചെന്നത്. അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതിന്റെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. സംസാരിക്കാനായിട്ട് നോ സ്പേസ്. അപ്പൊ ഈ പൊതുയോഗം പോലും മറ്റു പലയിടങ്ങളിലെ പോലെ തന്നെ കുറച്ച് പേരുടെ പ്ലാൻ ചെയ്ത അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്ത് വന്നു, അത് തന്നെ വന്ന് കൈയടിച്ച പ്രസംഗത്തിൽ. അതായത് ഈ പാരിഷ് കൗൺസിൽ യോഗങ്ങളും അതേപോലെ കുടുംബ യൂണിറ്റും അതേപോലെ എല്ലാ സെൻട്രൽ കൗൺസിലും എല്ലാം ഇതുപോലെ തന്നെയാണ്. ഈ പ്ലാൻ ചെയ്ത് വന്ന് വരുന്ന സെറ്റപ്പാണ്. അതും പൊതുയോഗം തന്നെ. ബാക്കിയുള്ളവർ കൈയടിക്കാനും കാഴ്ചക്കാരും മാത്രം അങ്ങനെ. അപ്പോൾ ഏകാധിപത്യം ജനാധിപത്യത്തിന്റെ ഭാഷയിൽ കൃത്രിമം കാണിക്കുന്നതാണ്. എന്ത് ജനാധിപത്യം ഉള്ളത്? കാരണം ഈ പൊതുയോഗം, പാരിഷ് കൗൺസിൽ യോഗമൊക്കെ ഉള്ളത് എന്നുള്ളത് ഇടവക വിശ്വാസികളുടെ സ്വരം എന്നാണ്. ഇവര് പാരിഷ് കൗൺസിൽ അംഗങ്ങൾ ഒരു ക്രിമിനൽ കേസ് ഉണ്ടായില്ല. അപ്പൊ അതിന്റെ ഒരു വിശദീകരണം ഇടവകയുടെ ഗ്രൂപ്പിൽ എഴുതിയിട്ട് പേജ് ഇടവകയുടെ സ്വരമാണെന്ന്. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ കോക്കസിന്റെ സ്വരമാണ്. അതാണ് കറക്റ്റ്. അല്ലാണ്ട് ഇടവകയുടെ സ്വരമൊന്നുമല്ല. എന്നാലും എൻ്റെ വീഡിയോസ്, എഴുത്തുകൾ എന്നിവ വഴിയുള്ള ഇതുവരെയുള്ള ഒറ്റയാൾ പോരാട്ടം സോണി സാറാൻ ടീമിന്റെ തലയിൽ ഈ ചെറിയനാളയത്തും രാഷ്ട്രീയ കോക്കസും കൊണ്ടുപോയി വെച്ച് ന്യായീകരണം നടത്തുന്നത് പതിവാണ്. കുറെ നാളായി ഞാൻ കേൾക്കുന്നു. അവരെന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ പറഞ്ഞ് ഇവർ ഒഴിഞ്ഞു പറഞ്ഞിട്ട് ഇവരുടെ തെറ്റുകളൊക്കെ മൂടി വയ്ക്കുന്നുണ്ട്. കാരണം എനിക്ക് ഈ പറയുന്ന സോണി സാറിന്റെ അവരുടെ ആശയങ്ങളോ സംഭവങ്ങളൊന്നും ആവശ്യമില്ല. കാരണം എനിക്ക് നേരിടേണ്ടുന്ന ഒരുപാട് മോശമായ അനുഭവങ്ങളുണ്ട് ഇപ്പോഴും അപ്പോഴും ഇന്നും. അപ്പൊ ഞാൻ ഒരുപാട് ഒറ്റയ്ക്ക് വിഷമിക്കുകയുണ്ടായി. അതുപോലെ എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ, അതെല്ലാം ഇത്ര മണിക്കൂറൊക്കെ ആയിട്ട് സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇവരുടെ കാശും വേണ്ടേ, സോണി സാറിന്റെ കാശ് ഞാൻ മേടിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഞാൻ വീഡിയോ ചെയ്തതൊക്കെ കഴിഞ്ഞ 3 വീഡിയോ ചെയ്തത് എന്റെ പണിയെടുത്ത കാശ് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇപ്പൊ ചെയ്യുന്ന ഈ വീഡിയോയും മനസ്സിലായി. എനിക്ക് അവരുടെ ആരെയും ഒരു ഉഴുന്നോടെ ചായ പോലും ഞാൻ അറിയുന്നത് മേടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ആശയങ്ങൾ പറയുന്നു, എൻ്റെ ഇടവക്കാരെന്നുള്ള എൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നു. മനസ്സിലായി. എൻ്റെ ഇടവയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നു. ഇനി ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചാൽ രാഷ്ട്രീയ കോക്കസിനെ അധിക്ഷേപിച്ച് എഴുതുന്നു, പറയുന്നു എന്നൊക്കെ പറയാറ്. ഞാൻ പറയട്ടെ, ഇവർക്ക് എന്തും ചെയ്യാം, എനിക്കൊന്നും പറയാനും പാടില്ല, ചെയ്യാനും പാടില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരുപാട് ക്ഷമിച്ച് സഹിച്ച് ഞാൻ സൈലൻ്റായിട്ട് കുറേ നാൾ ഇരുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രതികരണമൊക്കെ വന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾ എന്നോട് എന്തൊക്കെ ചെയ്ത്, എന്നിട്ടും ഞാനല്ലേ നിങ്ങൾക്ക് ഇതിന് ആദ്യം പറഞ്ഞ കേസ് കൊടുക്കണം. ഞാൻ കേസ് കൊടുത്ത കാരണം എനിക്ക് ബോധ്യമുണ്ട്. കാരണം നമ്മൾ ഒരു ഇടവക കുടുംബത്തിലെ അംഗങ്ങളാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. നമുക്കുള്ള വിഷയങ്ങൾ ഈ ഇടവകയിൽ തന്നെ പറഞ്ഞു തീർക്കണം, പുറത്തോട്ട് പോകരുത്. അത് ആ ഒരു നിലപാടാണ് എനിക്ക് അന്നുള്ളത് ഇന്നുള്ളത്. ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നത്. ഞാൻ എന്തൊട്ടത് പറയുന്നുണ്ട്. എന്തായാലും ഈ ടൈലിട്ടതും പുതിയ ഗേറ്റ് ഒക്കെ വെച്ചിട്ടൊക്കെ കൊള്ളാം, നല്ല കാര്യം. എന്തായാലും പക്ഷേ വ്യക്തിപരങ്ങൾ തീർക്കുന്ന രീതിയിലാകരുത് വികസനം എന്ന് പറയുന്നത്. പള്ളിയുടെ മുൻവശം മാത്രം ഭംഗിയായിട്ട് കാര്യമുണ്ട്. പള്ളിയുടെ ആൾക്കാർ തമ്മിലുള്ള ഐക്യവും ഭംഗിയാവട്ടെ. ഓരോ വികാരിമാർ വരുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പീറ്റർ മാലാഖന ഗേറ്റിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ആ മാലാഖ ഇപ്പൊ പോയി. അത് ഓരോ പരിഷ്കാരങ്ങളൊക്കെ വരും. അപ്പോൾ ഇടവകയിൽ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആദ്യം പറഞ്ഞു തീർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞെടുത്തിട്ട് പുതിയൊരു പള്ളി പണിയൊക്കെ നോക്കാവുന്നതാണ്. കാരണം നമ്മുടെ അയൽപ്പള്ളികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ടൗണിലെ പള്ളിയായിട്ട് പോലും നമ്മുടെ പള്ളി അത്ര ഒരു ഗുമ്മില്ല. കാരണം പള്ളി പെരുന്നാളിന് അലങ്കാരങ്ങളൊക്കെ ചെയ്താലും ഒരു ഇത് കിട്ടാറില്ല. പള്ളി പെരുന്നാൾ നടത്തിയവർക്കൊക്കെ അറിയാം. ആ ഒരു ഷേപ്പിന്റെ പ്രശ്നമാണ്. എന്തായാലും
നമുക്കത് മാറ്റേണ്ട സമയം കഴിഞ്ഞു. എന്തായാലും ഐക്യത്തോടെ ഒരുമിച്ച് നിന്ന് പുതിയ പള്ളി പണികളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പോഴും മോശമാണെന്നല്ല, എന്നാലും നമുക്കത് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ പള്ളി ബിൽഡിങ്ങുകൾ റെഗുലറൈസ് ചെയ്ത് മുനിസിപ്പാലിറ്റിയിലെ ബിൽഡിംഗ് കണക്കുകളൊക്കെ ഓക്കെ ചെയ്യാനുണ്ട്. അതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. അതൊക്കെ ആദ്യം ചെയ്യുക. എന്നിട്ട് ഈ തല്ലുപിടിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യണില്ല. ഈ വക തല്ലുപിടുത്തങ്ങളാണ്. അത് ചെയ്തിട്ട് നമുക്ക് പള്ളി പണിയൊക്കെ നോക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞുള്ളൂ, ശരിയാവണമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇടവക്കാരെ പരമാവധി നന്നായി ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള കഴിവുള്ള ഒരു വൈദികൻ പുതിയ വികാരിയായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാവുന്നതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ഇതിലെ കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ചിട്ട് ചെറിയഞ്ഞാലത്തച്ഛൻ അൾത്താരയിലെ കുശാഗ്ര ബുദ്ധിയോടെയൊക്കെ സംസാരിക്കാം. ഇടവകയുടെ പൊതു വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കാം. പള്ളിയുടെ അൾത്താരയിൽ നിന്ന് പുരോഹിത കുപ്പായമിട്ട് ചെറിയനാളയത്ത് ലിജോ പാപ്പച്ചൻ ഒരു ദുഷ്ടനാണ്, ഫ്രോഡാണ്, വളരെ മോശക്കാരനാണ്, നുണയനാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ, ഈ വീഡിയോ പോലും കാണാതെ, സത്യങ്ങൾ അറിയാൻ ശ്രമിക്കാതെ ചെറിയനാളയത്ത് പറയുന്നത് തുപ്പൽ വിഴുങ്ങി അന്ധമായി വിശ്വസിക്കാൻ ഈ ഇടവകപ്പള്ളിയിൽ ഒരുപാട് പേരുണ്ടാവും. അതെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം കാലങ്ങളായി പുരോഹിത കുപ്പായത്തിന് വിശ്വാസികളും അന്ധവിശ്വാസികളും കൊടുക്കുന്ന അമിത ബഹുമാനമാണത്. ആ അമിത ബഹുമാനം വളരെ കൗശലത്തോടെ ദുരുപയോഗം ചെയ്യുന്നവരാണ് ഈ പീറ്റർ കോയിക്കരയും അതേപോലെ ജെറിനാളയത്തച്ഛനും. ഈ വൈദിക ക്രിമിനൽ ഫ്രോഡായ പീറ്റർ കോയിക്കര പുരോഹിത വേഷമിട്ട അൾത്താരയിൽ പറയുന്നത് അന്ധമായി വിശ്വസിക്കാനായിട്ട് ഇവിടെ ഭൂരിപക്ഷം ഉണ്ടായി. അൾത്താരയിൽ നിന്ന് എന്ത് നുണ പുരോഹിത വസ്ത്രം ധരിച്ചവർ പറഞ്ഞാലും അത് അനീതികൾ, അസത്യങ്ങൾ ഒക്കെ ആണെങ്കിലും അത് അന്ധമായി തുപ്പൽ വിഴുങ്ങി വിശ്വസിക്കാൻ ബഹുഭൂരിപക്ഷം തയ്യാറാണ്. അതായത് മഴവില്ലിന് 13 നിറങ്ങളുണ്ട്, മൂലക്കുരു വരുന്നത് മുഖത്താണ് എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ വസ്തുതകളൊന്നും ചിന്തിക്കാതെ വിശ്വാസികൾ അത് വിശ്വസിക്കുകയാണ്, ഈ അന്ധവിശ്വാസികൾ. എന്തായാലും ഇനി ഈ വീഡിയോയ്ക്ക് ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ചില കോമഡി കാഴ്ചകൾ ഞാൻ പറയാം. കാരണം പീറ്റർ കോയിക്കര കാലത്ത് ഞാൻ കണ്ടതാണ്. ഇനി പുതിയ മാർഗ്ഗങ്ങൾ ഇവർ സ്വീകരിക്കുമെന്നറിയില്ല. ഇടവകയിലെ ഓർസലയും സ്ത്രീകൾ ഈ സാരിയുടെ തലയും അതേപോലെ ചുരിദാറിൻ്റെ തലയൊക്കെ പിടിച്ചിട്ട് അയ്യോ ഞങ്ങളുടെ വികാരച്ചിനെ പീഡിപ്പിക്കുന്നേ, വേദനിപ്പിക്കുന്നേ, അയ്യോ തേജവധം ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനെ പോയി പള്ളിമടയിൽ പോയി അച്ഛനെ പൊതിഞ്ഞ് സംരക്ഷിക്കും. അതേപോലെ ലിജോ പാപ്പച്ചനെ പ്രാഗും, ശാപം കിട്ടി വണ്ടി ഇടിച്ച് ചാവും എന്നൊക്കെ പറഞ്ഞ് ശപിക്കും കൂട്ടമായിട്ട് ഇവർ അങ്ങോട്ട്. അതുപോലെ അച്ഛനോട് പള്ളിമടയിൽ കൂട്ടമായിട്ട് ലിജോ പാപ്പച്ചൻ എന്ന ദുഷ്ടന് വേണ്ടി ഞങ്ങൾ മാപ്പ് പറയുന്നു, അച്ഛോ മാപ്പ് പറയുന്ന വെച്ചാൽ എൻ്റെ പൊന്നച്ചോ, എൻ്റെ വികാരിച്ചോ, അയ്യോ അച്ഛാ പോവല്ലേ എന്നൊക്കെ പറഞ്ഞുള്ള കരച്ചിലും പിഴിച്ചിലൊക്കെ ഇരിക്കും. എന്തായാലും ലിജോ പാപ്പച്ചനെ കായികപരമായിട്ട് നേരിടണം, അങ്ങനെ തല്ലണം കൊല്ലണം അതൊക്കെ ഇരിക്കും. എന്തായാലും കുടുംബയൂണിറ്റുകളിൽ രാഷ്ട്രീയ കോക്കസിന്റെ നേതാക്കൾ ഏർപ്പെടുത്തിയ ഗുണ്ടകളുടെ അടുപ്പിലേക്കുള്ള ചെമ്മീൻ ചാട്ടങ്ങളൊക്കെ കാണാം, പെർഫോമൻസുകളൊക്കെ കാണാൻ പറ്റും. എന്തായാലും ബോധമില്ലാത്തത് എന്ത് പറയാനാണ്. കാരണം പിന്നെ ഈ ലിജോ പാപ്പച്ചൻ എന്ന് തന്നെ ഈ പീറ്റർ കോയിക്കരയ്ക്കും രാഷ്ട്രീയ കോക്കസിനെയും പ്രീതിപ്പെടുത്താനായിട്ട് എന്നെ കൂട്ടമായി വീട്ടിൽ കയറി ആക്രമിക്കാൻ പോലും ഭീഷണികളൊക്കെ ഞാൻ നേരിട്ടു. ചിലരൊക്കെ എന്നെ ആക്രമിച്ച് ആ ചോരയിൽ എന്നെ തല്ലി ആ ചോരയിൽ മുഖം കഴുകും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയവരൊക്കെ ഉണ്ട്. ഞാൻ അവരെയൊക്കെ അടിമകൾ വന്നവരായിട്ടൊക്കെ കണ്ടാണ്. എനിക്ക് അവരോടൊന്നും ഒരു വഴക്കില്ല. ഞാൻ ആ ഭീഷണിപ്പെടുത്തിയ ആളുകളെ പോലും ഞാൻ കാണുമ്പോൾ ചിരിക്കുകയാണ് ചെയ്തത്. പുഞ്ചിരിക്കാനാണ് പതിവ്. പക്ഷെ അതൊന്നും ഒരു കാര്യമില്ലെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടിയന്തര പാരിഷ് കൗൺസിൽ വിളിക്കാം, അടിയന്തര പൊതുയോഗം വിളിക്കാം, എനിക്കെതിരെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാം, ശിക്ഷാ നടപടികൾ വരാം, എന്നെ പള്ളിയിൽ നിന്ന് മഹറോൻ ചൊല്ലി പുറത്താക്കാം, കൂട്ടമായി കേസുകൾ കൊടുക്കാം എനിക്കെതിരെ. അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഇവർ ചെയ്യാം. കാരണം അധികാരം, പണം, ആൾബലം എല്ലാം ഇവരുടെ കയ്യിലാണ്. ഇടവകയിലെ അന്ധവിശ്വാസികളുടെ ആൾബലമൊക്കെ ഉണ്ട്. ഇവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം വെറും ഒരു സാധാരണക്കാരനാണ്. എൻ്റെ കൂടെ ആകെയുള്ളത് ഈ പറയുന്ന ഒറ്റയ്ക്കുമാണ് ആകെ ഉള്ളത്. കൂട്ടിനുള്ള സത്യങ്ങൾ മാത്രമുള്ളൂ, വേറെ ആരും എൻ്റെ ഒപ്പം ഇല്ല. എന്തായാലും ചില പ്രമുഖർ ഇങ്ങനൊരു വീഡിയോ ഇറങ്ങിയത് കണ്ട പാവമ്പോൾ നടിക്കില്ല, അയ്യോ അങ്ങനത്തെ വീഡിയോ ഇറങ്ങി, അയ്യോ ആരാ ഞാൻ കണ്ടില്ലല്ലോ, ലിജോ പാപ്പച്ചനോ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലല്ലോ, കേട്ടിട്ടില്ലല്ലോ, അതേതാ ആ വൃത്തിയേട്ടൻ എന്നൊക്കെ പറഞ്ഞ് പറയാനായിരിക്കും ചിലവരൊക്കെ. അങ്ങനെ അത് മൈൻഡ് പോലും ചെയ്യില്ല. എന്തായാലും ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ടോ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോസ് കൊണ്ടോ എൻ്റെ എഴുത്ത് പോസ്റ്റുകൾ കൊണ്ടോ ഈ ഇടവകയിൽ ഒരു കാര്യമില്ല, ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന വ്യക്തമായ ധാരണ എൻ്റെ ഈ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ തുടക്കം മുതൽ എനിക്കുണ്ട്. അതിപ്പോഴും ഉണ്ട്. കാരണം ഞാൻ ആദ്യം മുതൽ അനുഭവിച്ച കാര്യങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. ഈ ഇടവകയിൽ സത്യത്തിനും നീതിക്കൊന്നും വലിയ സ്ഥാനമില്ല, ഒരു സ്ഥാനമില്ല. നുണകളുടെയും അനീതികളുടെയും ആളുകളിക്കലിൻ്റെയും അധികാരഭ്രാന്തിൻ്റെയും മന്ത്രിമാരായ പള്ളി രാഷ്ട്രീയ കോക്കസ് നേതാക്കളും അതിൻ്റെ താളത്തിനൊത്ത് തുള്ളുന്ന ചക്രവർത്തി വികാരിയും ജയ് വിളിക്കാൻ അന്തരാഷ്ട്രീയ അടിമകളും ഉള്ള ഈ ഇടവകയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന വ്യക്തമായ തിരിച്ചറിവ് എനിക്ക് നല്ലോണം ഉണ്ട്. എനിക്ക് തുടക്കം മുതലുണ്ട്. ഞാൻ ഒറ്റപ്പെട്ട് അനുഭവിച്ച കാര്യങ്ങൾ, യഥാർത്ഥ സത്യങ്ങൾക്കും വസ്തുതകൾക്കൊന്നും ഇവിടെ ഒരു സ്ഥാനവുമില്ല. ഞാൻ ഒറ്റപ്പെട്ട് അനുഭവിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ്. ഒരുതരം ടോക്സിക് ആയിട്ടുള്ള അന്ധവിശ്വാസികളുടെ ഒരു കൂട്ടമാണ്. അതായത് ഈ പള്ളി രാഷ്ട്രീയ അന്ധത നിറഞ്ഞ ഇലാമ പഴം കഴിച്ച് സംതൃപ്തി അടയുന്ന ഒരു പ്രത്യേകതരം കൂട്ടം. പിന്നെ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞിട്ട് പോകുന്നു, അത്രമാത്രം. ഈ രാഷ്ട്രീയ പാർട്ടികളിലും പള്ളി കമ്മിറ്റികളിലോ ഭാഗമായി പ്രവർത്തിക്കരുത് എന്നതായിരുന്നു എൻ്റെ നിലപാട്.
എൻ്റെ ചിന്താരീതികൾക്കും സ്വഭാവത്തിനും ചേർന്ന പരിപാടിയല്ല. എന്തായാലും കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയും, കാര്യങ്ങൾ നേരായ പാത നടക്കണം. അത്തരം നിലപാടുകൾക്കോ ഒന്നുകൂടെ സ്ഥാനമില്ല, സ്വീകാര്യതയില്ല. ഞാനത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി. എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇതിലൊക്കെ പെട്ടുപോയതാണ്, അവരോടുള്ള സ്നേഹം കൊണ്ട് പെട്ടുപോയതാണ്. എന്തായാലും ഞാൻ അപ്പം നോ പറയണ്ടായിരുന്നു, ബിഗ് നോ തന്നെ പറയണ്ടായിരുന്നു. അത് പറയാതിരുന്നത് എൻ്റെ തെറ്റായിട്ട് തന്നെ ഞാൻ ഏൽക്കുന്നു. എന്തായാലും പിന്നെ ഇതൊക്കെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ചില പുതിയ പാഠങ്ങൾ, അനുഭവങ്ങൾ പഠിച്ചു. ജീവിതത്തിൽ കടന്നു വരുന്ന നല്ല കാര്യങ്ങൾ, മോശം കാര്യങ്ങളെല്ലാം ഓരോ പാഠപുസ്തകങ്ങളാണല്ലോ. പിന്നെ ഇടവകയുടെ സമാധാനം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നത് മാത്രമല്ല, ഇടവകയിൽ സത്യവും നീതിയും ഒക്കെ നടപ്പിലായാൽ മാത്രമേ ഇടവകയിൽ സമാധാനമാവുന്നുള്ളൂ. എന്തായാലും രാഷ്ട്രീയ കോൺഗ്രസ് നേതാക്കളുടെ താല്പര്യങ്ങളല്ല, നമ്മുടെ ഇടവക ജനങ്ങളുടെ താല്പര്യങ്ങളാണ് നടപ്പിലാവേണ്ടത്. ഇനി എൻ്റെ ഈ വീഡിയോസ് കണ്ട് നെഗറ്റീവായും പോസിറ്റീവായും എടുക്കുന്ന എല്ലാ ഇടവക്കാരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. വിമർശനങ്ങൾ സ്നേഹപൂർവ്വം പുഞ്ചിരിയോടെ നേരിടുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം കളത്തിപ്പറമ്പിൽ പാപ്പച്ചൻ, മേരി മകൻ ലിജോ, വെറുമൊരു സാധാരണക്കാരൻ.